ഇനി ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചാൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് അല്ലേ? ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാൻഡം വേരിയബിളാണ്. ഈ റാൻഡം വേരിയബിളിൽ ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -∞ ടു +∞ വരെ റിയൽ ലൈനിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇത്രയും വാല്യൂസ് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആവാം. പക്ഷേ ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അത്ര വരെ മതി എന്ന് കണ്ടീഷൻ വെക്കുകയാണ്. അത്ര വരെ സം ചെയ്ത് അതിൻ്റെ പ്രോബബിലിറ്റി സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് എക്സ് എന്ന് വിചാരിക്കുക. ഈ വാല്യൂ സപ്പോസ് ഇത് 10 or 100 എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വാല്യൂ ഇവിടെ മുതൽ ഓക്കെ ഇവിടെ മുതൽ ഇങ്ങനെ വരിക. ഇവിടെ എത്തുമ്പോഴേക്ക് കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി വാല്യൂ 1 ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതിന് ശേഷമുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ എന്താണ് ജനറൽ ഇക്വേഷൻ. ഇനി എക്സ് ഈസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡിസ്ക്രീറ്റ് ആണെങ്കിൽ പരീക്ഷയ്ക്ക് ഡിഫൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് എഴുതണം, എന്നിട്ട് ഈ ഒരു കേസും അടുത്ത കേസും എഴുതണം. അപ്പോൾ എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എങ്ങനെ വരും? സിഗ്മ ഓവർ എക്സ് ഇല്ലേ, പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് ഇല്ലേ? ഇത് പ്രോബബിലിറ്റി അല്ലേ? ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്? എക്സും അതിന് താഴോട്ടുമാണ് അല്ലേ? അപ്പം -∞ ടു എവിടെ വരെ? എക്സ് വരെയാണ് സം ചെയ്യേണ്ടത് പി ഓഫ് എക്സ്. എപ്പോഴാണ്? ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. ഇനി ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെങ്കിലോ എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ എവിടെ മുതൽ എവിടെ വരെയാണ്? -∞ ടു എക്സ്. അപ്പോൾ -∞ ടു എക്സ് ഓക്കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എവിടെ മുതലാണ്? എക്സ് വരെ മാത്രമേ ഉള്ളൂ. ആ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് അടുത്തത് പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PDF പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. PDF പ്രോപ്പർട്ടി എഫ് ഓഫ് അതായത് PDF പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? PDF അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇല്ലേ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു റിയൽ ലൈൻ അല്ലേ. ഇനി രണ്ടാമത്തത് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതിനകത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാമെന്നില്ലേ? എഫ് ഓഫ് എക്സിൻ്റെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്താലും അതിൻ്റെ വാല്യൂ എപ്പോഴും 0യ്ക്കും മുകളിൽ. കാര്യം അത് എന്താണ്? പ്രോബബിലിറ്റി വാല്യൂ ആണ് ഇല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി വാല്യൂ ആണ്. ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണ്. അപ്പോൾ 0 and എബോവ് ആയിരിക്കണം, എന്നാൽ 1 and ബിലോ ആയിരിക്കണം. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ടു ദ റൈറ്റ് ആൻഡ് നോൺ ഡിക്രീസിങ്. നോക്കൂ, കണ്ടിന്യൂസ് ആണ്. നോക്ക് എങ്ങോട്ടാ? റൈറ്റിലേക്കാണ് പോകുന്നത്, റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് ഇല്ലേ? ടു ദ റൈറ്റ് ഇല്ലേ? റൈറ്റിലേക്കല്ലേ പോകുന്നത് ഈ ഒരു ഇത്. പിന്നെന്താണ്? ആൻഡ് നോൺ ഡിക്രീസിങ് എന്ന് വെച്ചാൽ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എവിടെയും ഒരു അതായത് ഇങ്ങനെ
ഇങ്ങനെ അല്ലാതെ അതാ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, പക്ഷേ ഇവിടെ എല്ലാം എന്തോ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ, ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ, ഇവിടെ എല്ലാം ഒരു ഗ്യാപ്പ്. അങ്ങനെ ആവാത്ത ആ ഫംഗ്ഷനെയാണ് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലേ. ഓക്കെ, മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആണെന്ന്? എങ്ങനെ മനസ്സിലാവും? എങ്ങനെയായിരിക്കും മനസ്സിലാവുക? അതായത് ഇതാണ് നമ്മുടെ റിയൽ ലൈൻ, ഇതാണ് നമ്മുടെ റിയൽ. ഇത് ഈ ഒരു പോയിൻ്റ് മൈനസ് ഇൻഫിനിറ്റി, ഈ ഒരു പോയിൻ്റ് പ്ലസ് ഇൻഫിനിറ്റിയാണ്. ഇതിൻ്റെ വാല്യൂ എവിടെയാണ്? അതായത് എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്, ഇല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് ഈ എക്സ് കൊടുത്തു. ഇവിടെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ആണ്, ഇല്ലേ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിന് പകരം മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക, ഇല്ലേ? അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിക്ക് താഴെയാണ്. നോക്കൂ, നമ്മുടെ വാല്യൂ എവിടെ മുതലാണ്? പ്ലസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി. ഇതിന് താഴെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിന് താഴെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് അൺഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് 0, ഇല്ലേ? കോൺസെപ്റ്റ് മനസ്സിലായോ? എന്തുകൊണ്ടാണ് 0 വന്നതെന്ന് മനസ്സിലായോ? എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇതാണ് ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. അപ്പോൾ റിയൽ ലൈനിന് മൈനസ് ഇൻഫിനിറ്റിയും അതിന് താഴെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? റിയൽ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. പിന്നെ ഇതിന് താഴെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിന് താഴെ നമ്മൾ പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്താണ്? ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതെല്ലാം ഓക്കെയാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. അതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. റിയൽ ലൈൻ നോക്കുക, ഇതാണ് നമ്മുടെ റിയൽ ലൈൻ, ഇല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ എൻ്റെ പോയിൻ്റ് എവിടെയാണ്? ഈ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റിയാണ്. പ്ലസ് ഇൻഫിനിറ്റിയും അതിന് താഴെ, പ്ലസ് ഇൻഫിനിറ്റിയും അതിൻ്റെ താഴെ, അല്ലേ? ശരിക്കും ഡെഫിനിഷൻ ആയില്ലേ? അപ്പോൾ എത്ര വരും? ടോട്ടൽ പ്രോബബിലിറ്റി എത്ര വരും? 1 ആയില്ലേ? ഇതും ഇതിൻ്റെ താഴെ കുമുലേഷനാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ താഴെയുള്ള എല്ലാ വാല്യൂസും കൂടെ ഇവിടെ വരെ നമ്മൾ എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം കൂടെ കുമുലേഷൻ നടത്തി കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയി. ഇപ്പോൾ റെഡി ആയില്ലേ? 1. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടി ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. പ്രോബബിലിറ്റി കാൽക്കുലസ്. ഇതാണ് അഞ്ചാമത്തെ പ്രോപ്പർട്ടി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്മോൾ എഫ് ഓഫ് എക്സ്, അതായത് PDF കിട്ടുമെന്ന് മനസ്സിലായോ? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PDF കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. ഏതാ വലിയ ഫംഗ്ഷൻ? ഇതല്ലേ. ഇതിനെ ചെറുതാക്കിയാൽ എന്ത് കിട്ടും? നമുക്ക് ഓരോ ഡാറ്റയുടെ ഏരിയ കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഏരിയയുടെ മെഷർമെൻ്റാണിത്. അതേസമയത്ത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനി ആറാമത്തെ പ്രോപ്പർട്ടിയാണ് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? എങ്ങനെയായാലും എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി which is equal to probability of a less than x less than b equal to ഇങ്ങനെ പഠിച്ചാൽ മതി, എഫ് ബി മൈനസ് എഫ് എ.
അതായത് ഇത് കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതെല്ലാം എടുക്കും ഇല്ലേ? കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ ടു ബി എന്തായാലും എടുക്കും ഇല്ലേ? അതുകൊണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, മനസ്സിലായോ? ഇതിങ്ങനെ എടുക്കുക. മനസ്സിലായോ? അപ്പം ഇതാണ് പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ടു ദ റൈറ്റ് ആൻഡ് നോൺ ഡിക്രീസിങ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. നാലാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ആണ്, പ്രോബബിലിറ്റി കാൽക്കുലസ് ആണ്. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ഈക്വൽ ടു probability of a less than or equal to x less than b equal to probability of a less than x less than or equal to b equal to probability of a less than x less than b which is equal to upper limit എന്താണ്? f of b minus f of a ആണ്. ഇത്രയും 6 പ്രോപ്പർട്ടീസും കൂടെ പഠിക്കുക. വളരെ എളുപ്പമാണ്, പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിക്കാം. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 2x ആൻഡ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഫൈൻഡ് എഫ് ഓഫ് എക്സ്, മനസ്സിലായി? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. പിന്നെന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3/4. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഇതെന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് കേസ്. ആദ്യം റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണോ പിന്നെ ഡിസ്ക്രീറ്റ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇത് എടുക്കാം. എവിടെയാണ് ഇത്? ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലേ? റിയൽ ലൈനിൽ മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലേ? നമ്മളിത് വെച്ച് നോക്കുവാണെങ്കിൽ ഇല്ലേ? എക്സ് താഴെ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 ടു എക്സ് ഇല്ലേ? 0 ടു എക്സ് 2x ഇല്ലേ? ഡി എക്സ്. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അല്ലേ സോറി, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x²/2 ഇല്ലേ? 0 ടു എക്സ് ഇല്ലേ? ശരിക്കും ടി ആണ് വേണ്ടത്, എന്നല്ല ചേഞ്ച് അറിയത്തുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 2 2 ക്യാൻസൽഡ്. പിന്നെ എന്ത് വരും? x² തന്നെയാണ് ഇല്ലേ? 0 ലെസ് റേഞ്ച് എഴുതണം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി ഇത് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1/2. നോക്കിയേ, ഇത് ശരിക്കും 1/2 എന്ന് പറയുമ്പോൾ സ്മോൾ എക്സ് അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? എഫ് ഓഫ് 1/2 ആണ്. 1/2 അതിൻ്റെ താഴെയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എക്സിന് എന്ത് വിളിക്കാം? ഈ എക്സ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1/2നെ എന്ത് വിളിക്കാം? എഫ് ഓഫ് 1/2 എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക ഇല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം. ഇത് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1/2. അപ്പോൾ എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? അതായത് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തല്ലേ ഇത് വന്നത് ഇല്ലേ? 1/2 ഒന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ കൊണ്ട് കൊടുക്കുക. n/2 the whole square which is equal to 1/4. മനസ്സിലായില്ലേ? അതായത് ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? എഫ് ഓഫ് എക്സ് എന്നാണ് വിളിക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് 1/2. അപ്പോൾ എഫ് ഓഫ് 1/2 എന്ന് കൊടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ക്വയറിൻ്റെ അടുത്ത് എന്ത് കൊടുക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് 1/2 the whole square which is equal to 1/4. ഇനി പ്രോബബിലിറ്റി ഓഫ് അടുത്തത് 1/4 അടുത്ത പ്രോപ്പർട്ടി, അതായത് ഈ പ്രോപ്പർട്ടി. അപ്പം 1/4 എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3/4. എങ്ങനെ എഴുതാം? എഫ് ഓഫ് അപ്പർ ലിമിറ്റ് 3/4 മൈനസ് എഫ് ഓഫ് ലോവർ ലിമിറ്റ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഇത് കൊടുക്കുക. എത്രയാണെന്ന് കൊടുക്കുക? ഈ സ്ഥാനത്ത് കൊടുക്കുക. അതായത് 3/4
ഹോൾ സ്ക്വയർ മൈനസ് 1/4 ഹോൾ സ്ക്വയർ അല്ലേ, എക്സിൻ്റെ എക്സ് സ്ക്വയർ ഇതാണല്ലോ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 9/16 മൈനസ് 1/16 വിച്ച് ഈസ് ഈക്വൽ ടു 8/16 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഈ ടെക്നിക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം, എക്സിൻ്റെ റേഞ്ച്, എക്സിൻ്റെ ആ ഒരു PDF ഇതിലും ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി, നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഇതല്ലേ ക്വസ്റ്റ്യൻ? ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ PDF അല്ലേ, 2x അല്ലേ, ഇതല്ലേ f(x) 2x അല്ലേ. അപ്പോൾ ഞാൻ ഈ റേഞ്ചിന് പകരം ഈ റേഞ്ചാണ് കൊടുക്കുന്നത്. 1/4 to 3/4 നോക്കാം, അത് തന്നെയാണ് നോക്കാം. 1/4 to 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഈസ് കോൺസ്റ്റൻറ്റ് x²/2 അല്ലേ. 1/4 to 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽഡ്. അപ്പോൾ എന്ത് വരും, 9/16 അല്ലേ, മൈനസ് 1/16 വിച്ച് ഈസ് ഈക്വൽ ടു 8/16 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ശരിയല്ലേ? ഇതാ ഞാൻ അനദർ വേയിൽ ചെയ്തതാണ്. ഇതാ 1/2 ഇല്ലേ, ഞാൻ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്തതാണ്. അല്ലാത്ത ടൂൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. Examine whether the following is a density function. Okay, f of x equal to 2x if x lies between 0 and 1. 4 minus 2x if x lies between 1 and x and 0 otherwise. ഇതാണ് നമ്മുടെ ഒരു ഫങ്ഷൻ. ഇതൊരു ഫങ്ഷനാണ്, ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഒന്ന് 2x if x lies between 0 and 1. 4 minus 2x if x lies between 1 and 2 and 0 otherwise. അതായത് എക്സ് 0ക്കും 1നും ഇടയ്ക്ക് ഇതായിരിക്കും ഫങ്ഷൻ, ഇതായിരിക്കും പ്രോബബിലിറ്റി അല്ലേ. f of x ഇതായിരിക്കും. 2നും 1നും ഇടയ്ക്ക് 4 minus 2x ആയിരിക്കും. അതായത് ബാക്കി എല്ലാ ഇൻ്റർവെല്ലിലും 0 ആയിരിക്കും അല്ലേ. ഈ രണ്ട് ഇൻ്റർവെൽ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻ്റർവെല്ലിലും 0 ആയിരിക്കും. ഇത് ഡെൻസിറ്റി ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ദ ഗിവൺ ഡെൻസിറ്റി ഫങ്ഷൻ ഈസ് ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് എന്ന് ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ദ ഗിവൺ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്. കാരണം ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റർവെൽ അല്ല, മീൻസ് ഒരു ഡെഫിനിറ്റ് നമ്പേഴ്സ് ഉള്ള ഒരു ഇൻ്റർവെൽ അല്ല ഇല്ലേ. ഇതൊരു എന്താണ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ധാരാളം, അതായത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഇല്ലേ, അൺകൗണ്ടബിൾ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം, ഒരു ടൂൾ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പം രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ബിലോങ്സ് ടു R ആയിരിക്കണം, റിയൽ ലൈനിലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കണം. ഇത് ഓക്കെയാണ്, കാണുമ്പോഴേ ഓക്കെയാണ് അല്ലേ. എക്സിൻ്റെ വാല്യൂ റിയൽ ലൈനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി. ഇവിടെയും ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി ഇല്ലേ, റിയൽ ലൈനിൽ അല്ലേ ഉള്ളത്. അതായത് റിയൽ ലൈൻ വെച്ച് കഴിഞ്ഞാൽ -∞, 0 +∞ അല്ലേ, ഇതാണ് റിയൽ ലൈൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻ്റർവെല്ലൊക്കെ വരുന്നുണ്ട്, ഓക്കെയാണ്. നമുക്ക് സെക്കൻഡ് കണ്ടീഷനാണ് നോക്കേണ്ടത്. എന്താണ്, ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ഇല്ലേ. അതായത് ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് എത്രയാണ്, -∞ to
പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എവിടെ മുതലാണ് 0 to 1 ഒരു ഫംഗ്ഷനാണ്, പ്ലസ് അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 to 2 എന്ന് പറയുന്നത് 4 to ഇത് റേഞ്ചുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4 - 2x ആണ് അല്ലേ. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈക്വൽ ടു 1 വരുവാണെങ്കിൽ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. 0 to 1 2x dx പ്ലസ് ഇനി എന്താണ് വരുന്നത് 1 to 2 ഏതാണ് ഫംഗ്ഷൻ 4 - 2x dx അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 2നെ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ അറിയാം, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നത്, അകത്തെന്ത് വരും 0 to 1 x dx പ്ലസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇങ്ങനെ വരും 4 അല്ലേ. എന്തെങ്കിലും 4 × 1 to 2 dx അല്ലേ. ഇവിടെ 1 × dx മൈനസ് 2 × 1 to 2 x dx ഇങ്ങനെ ആയിരിക്കും ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം 4 × 1 to 2 dx മൈനസ് 2 × 1 to 2 x dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 × ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും x² അല്ലേ /2 0 to 1 പ്ലസ് 4 × ഇവിടെ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം x ആണ് അല്ലേ. 1 to 2 മൈനസ് 2 × ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം x² /2 1 to 2 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഈ 2ഉം 2ഉം ക്യാൻസൽ. അപ്പോൾ എന്ത് വരും 1 ആണ് അല്ലേ. 1² 1 ആണ്, 0² മൈനസ് 0² വരെ 0 തന്നെ, അപ്പോൾ 1 തന്നെയാണ്. പ്ലസ് 4 × വാട്ട് ഈസ് ദിസ് എന്താണ് 2 അപ്പർ ലിമിറ്റ് 2 കൊടുക്കുക മൈനസ് 1 കൊടുക്കുക. ഓക്കെ, പ്ലസ് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇതിനാണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര വരും 2ൻ്റെ സ്ക്വയർ 4 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 × 2 - 1 1 പ്ലസ് 4 - 1 3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 × 1 4 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 8 ആണ്. 8 ആണോ അതോ 10 ആണോ ഒന്ന് ചെക്ക് ചെയ്യണേ. എന്തായാലും നോട്ട് ഈക്വൽ ടു 1 ആണ് അല്ലേ. 7 8 ആണല്ലോ എനിക്ക് വരുന്നത്. ഒന്ന് ചെക്ക് ചെയ്യണം. 4 - 1 3 ആണ്. 4 2 - 1 1 × 4 2 2 ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എന്താണ് നോട്ട് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലേ. എഫ് ഓഫ് എക്സ് കനോട്ട് ബി എ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇല്ലേ. ഇത് എന്താണ് നോട്ട് എ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. 1 കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി ആണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൽ എസ്സേ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതിപ്പോഴും ഞാൻ കാണിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു, എല്ലാവർക്കും കിട്ടിയിരുന്നു. അതേപോലെ ഈ പ്രാവശ്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു പേജ് എടുക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ okay, a continuous random variable x has the following density function. X has following density function. F of x equal to ax 0 less than or equal to x less than or equal to 1. A എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2. ഇനി മൈനസ് എ എക്സ് പ്ലസ് 3a 2 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3. മനസ്സിലായി? ഇതാണ് ഫംഗ്ഷൻ. കണ്ടോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1.
എ എന്ന് പറയുന്നത് എന്താണ് എയുടെ ഫംഗ്ഷൻ വരുന്നത് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 2 മൈനസ് എ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് എക്സ് ലൈസ് ബിറ്റ്വീൻ 2 and 3. ഓക്കെ, പിന്നെന്താണ് 0 അതർവൈസ്. ഈ ഇതിലല്ലാതെ ബാക്കി എല്ലാത്തിലും ഫംഗ്ഷൻ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ എ എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഫൈൻഡ് കോൺസ്റ്റൻ്റ് ഇല്ലേ, ഫൈൻഡ് കോൺസ്റ്റൻ്റ് എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കെച്ച് ദ ഗ്രാഫ്സ് ഓഫ് f of x and small f of x. വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന് സെക്കൻഡ് സെമ്മിൽ ചോദിച്ച ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. ഇതേ ഞാൻ ചെയ്തു കൊടുത്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ചെയ്തു തരുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, പിന്നെ ഇതിൻ്റെ ഗ്രാഫുകളൊക്കെ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു, അത് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി ഈ ഇൻ്റർവെൽ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ആ ഐഡിയ ഉണ്ട്, ഈ ഇൻ്റർവെൽ വെച്ചിട്ട് ആ ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനൊന്ന് ചെയ്ത് കാണിക്കാവേ. ഇനി നമുക്ക് എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം വി ഹാവ് അല്ലേ, എഫ് ഓഫ് എക്സ് ഡെൻസിറ്റി ഫംഗ്ഷൻ വി ഹാവ്, നമുക്കറിയാമല്ലോ, -∞ to +∞ റിയൽ ലൈൻ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിന് പ്രോപ്പർട്ടി എന്തായിരിക്കും 1 ആണ്. കാര്യം ഇവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പം രണ്ട് കണ്ടീഷനാണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എന്തായാലും 0 ആണ് റിയൽ ലൈൻ അല്ലേ. -∞ to +∞ ആണ്. സോ എന്തായാലും ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എ എന്ന് പറയുന്നതും സാറ്റിസ്ഫൈഡ് ആണ്, കാര്യം എന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ്, ഇതും ഉള്ളിലാണ് അല്ലേ, മൈനസ് ആയാലും ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഏതാണ്? ഈ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എ കണ്ടുപിടിക്കാൻ പോവുകയാണ്, കോൺസ്റ്റൻറ്റ്. അപ്പോൾ വി ഹാവ് ഇൻ്റഗ്രൽ -∞ to +∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട്? 3 ഫംഗ്ഷനും കൂടി ഒന്നിച്ച് നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഇത് ഇതാണ്, മനസ്സിലായോ, ഒരൊറ്റ ഫംഗ്ഷനാണ്, മനസ്സിലായോ. ഈ 3 ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ഒറ്റ ഫംഗ്ഷനാണ്. അപ്പോൾ 3ൻ്റെയും എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ എക്സ്, അതിൻ്റെ ഇൻ്റഗ്രൽ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 0 to 1 ഡി എക്സ് പ്ലസ് അല്ലേ, നെക്സ്റ്റ് 1 to 2 അല്ലേ, കാര്യം ഇതിൻ്റെ കണ്ടിന്യൂറ്റി പവർ വേണം അല്ലേ, കണ്ടിന്യൂറ്റി ആയിട്ട് വരണം. ഓക്കെ, 1 to 2 എന്ത് വരും? എ ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് 2 to 3. ഓക്കെ, മൈനസ് എ എക്സ് പ്ലസ് 3a ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? 1. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. x²/2 0 to 1 പ്ലസ്, ഇപ്പം നേരത്തെ ഞാൻ ചെയ്ത മാതിരി ഇങ്ങനെ ഓരോന്നും എടുത്ത് ചെയ്യത്തില്ല, ജസ്റ്റ് 2-3 സ്റ്റെപ്പിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ എടുക്കും. കാര്യം നിങ്ങൾ വലിയ കുട്ടികളാണ്, നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ സമയം കളയുന്നില്ല. അപ്പോൾ എ എടുക്കുക, എക്സ് 1 to 2 പ്ലസ് ഇതെന്ത് വരും? -a x²/2 2 to 3 plus 3a is a constant and x 2 to 3 equal to 1. ഇതെന്ത് വരും? a ഇതെന്ത് വരും? 2 തന്നെയാണ്, 1/2 പ്ലസ് ഇതും a തന്നെയാണ്, കാര്യം 2 - 1 1 ആണ്. അപ്പോൾ a തന്നെയാണ്. മൈനസ് ഇല്ലേ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഇല്ലേ, ഇതിന് മാത്രമേ ഉള്ളൂ മൈനസ് വരുന്നത്. അപ്പോൾ എന്ത് വരും? a/2 പുറത്തേക്ക് എടുക്കുക, അകത്തെന്ത് വരും? 9 - 4 പ്ലസ് 3a 3 - 2 ഈക്വൽ ടു 1.
അപ്പോൾ എ ബൈ 2 പ്ലസ് എ മൈനസ് എത്ര വരും 5 അല്ലേ 5a ബൈ 2 പ്ലസ് 3a അല്ലേ 3 മൈനസ് 2 1 ഈക്വൽ ടു 1. ഇതെത്രയാണ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 4a വരും അല്ലേ നമുക്കിതും പിന്നെ കൂട്ടാം അല്ലേ അപ്പോൾ 4a ഇതെന്ത് വരും മൈനസ് 4 അല്ലേ ഇവിടെ ഒരു ഇതല്ലേ അപ്പോൾ 4 ബൈ 2 അല്ലേ എ ഈക്വൽ ടു 1 അപ്പോൾ 4a മൈനസ് ഇതെന്ത് വരും 2a ഈക്വൽ ടു 1 ഇതെന്ത് വരും 2a ഈക്വൽ ടു 1 a ഈക്വൽ ടു 1 ബൈ 2 ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ ആക്കി ഇതാ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആ ഒരു ഇത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതാണ് എഫ് ഓഫ് എക്സ് ഇതാണ് എഫ് ഓഫ് എക്സ് ഇതിൽ നിന്ന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ റൂൾ എന്താണ് എഫ് ഓഫ് എക്സിലൊരു പ്രോപ്പർട്ടി എന്തായിരുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി കാൽക്കുലസ് എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇല്ലേ പക്ഷേ നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നേരെ തിരിച്ചെടുക്കുക അല്ലേ എന്ത് വരും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കുക ഇതാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇനി ഇതാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആക്കിയാൽ എന്ത് കിട്ടും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് അല്ലേ റേഞ്ച് അത്രയല്ലേ ഉള്ളൂ എക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും ഓക്കെ നമുക്ക് നോക്കാം ഇതാണ് എനിക്ക് ഫംഗ്ഷൻ എ എക്സ് അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അതുപോലെ കുമുലേഷനുമാണ് ഓക്കെ നോക്കാം അപ്പം ഇവിടെ ഞാൻ ചെയ്യാവേ അല്ലെങ്കിൽ വേറെ ഇതിൽ ചെയ്യണോ ഇവിടെ ചെയ്യാം ഓക്കെ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എ എക്സ് ആണ് ഓരോന്നെടുത്ത് ഞാൻ ചെയ്ത് കാണിക്കാമേ 1 ഓക്കെ അപ്പോൾ എഫ് ഓഫ് എക്സിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് 1/2 അല്ലേ 1/2 ഇൻറ്റു എക്സ് ആണ് അല്ലേ എക്ക് വാല്യൂ 1/2 എന്ന് കിട്ടി അപ്പോൾ ഇൻ്റഗ്രൽ x/2 0 ടു എവിടെ വരെയാണ് 0 ടു എക്സ് വരെ പറ്റുള്ളൂ കാര്യം 1 വരെ എടുക്കാൻ പറ്റില്ല പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇവിടെ എക്സിൻ്റെ വാല്യൂ പറഞ്ഞിട്ടില്ല ഇവിടെ ലീസ്റ്റ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി അതായത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഇവിടെയാണ് എക്സ് എങ്കിൽ എക്സും അതിൻ്റെ താഴെയുള്ള വാല്യൂസ് വരെ നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞ തിയറി പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ലീസ്റ്റ് വാല്യൂ ഇല്ലേ മൈനസ് ഇൻഫിനിറ്റിക്ക് പകരം ലീസ്റ്റ് വാല്യൂ 0 ആണ് ഇപ്പോൾ 0 ടു എക്സ് ആണ് ഇല്ലേ x/2 dx ഇനി വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x²/4 ആണ് 0 ടു എക്സ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് എക്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ x²/4 ആണ് ഓക്കെ ഇതാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ അപ്പം ഞാനിവിടെ എഴുതുകയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇതെന്താണ് x²/4 റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ രണ്ടാമത്തെ അതായത് ഇത് ചെയ്യണമെങ്കിൽ കുമുലേഷനാണ് ഇല്ലേ നമ്മൾ ഗ്രാഫ് ഞാൻ കാണിച്ചു തന്നു ഇല്ലേ എങ്ങനെയാണ് ഗ്രാഫ് കാണിച്ചു തന്നത് ഇതാ ഇവിടെ കുമുലേറ്റീവ് ഫംഗ്ഷൻ്റെ ഇങ്ങനെ പോയിട്ട് ഒരു പോയിന്റിലെത്തുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ പോകും ഇല്ലേ ഒരു പോയിന്റിൽ അത് 1 ആകുമ്പോഴേക്കാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ പോകണമെങ്കിൽ ഇത് സം ചെയ്യുകയാണ് ഇല്ലേ ഇവിടെ സം ചെയ്യുകയാണ് ഓക്കെ അതേ സമയത്ത് ഡെൻസിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലേ എവിടെ സം ചെയ്യുന്നില്ല താഴേന്ന് മുകളിലേക്ക് പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ് ഓക്കെ അപ്പം ഇതാണ് ഡിഫറൻസ് അപ്പോൾ ഇവിടെ സം ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ ഇതിൽ എന്ത് ചെയ്യണം ഇതും എടുക്കണം ഇല്ലേ നോക്കാം അപ്പം രണ്ടാമത്തെ ഫംഗ്ഷനിൽ എങ്ങനെ എടുക്കണം വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എടുക്കണം അല്ലേ x/2 ഓക്കെ
0 to 1 dx പ്ലസ് പിന്നെന്ത് വരും 1 to എവിടെ വരെ 2 വരെ അല്ല എക്സ് വരെയാണ് 1 to എക്സ് 1/2 dx. ഇപ്പോൾ ശരിയായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? കുമുലേഷനാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക x²/4 0 to 1 പ്ലസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x-1 അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? ഇത് 1/4 പ്ലസ് ഇതെന്ത് വരും? x/2 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു x/2. ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. എന്ത് വരും? അതായത് 1/4 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ് ഇവിടെ വലിയ എൽസിയം. അപ്പോൾ 4 എടുക്കുക. കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 4 എടുത്തു. 4നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/4 1 ആണ്. 1 × 1 1 തന്നെയാണ്. മൈനസ് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 4/2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യുക. അപ്പം 1 × 2 2 തന്നെ. അപ്പോൾ എന്ത് വരും? മൈനസ് 1/4 എന്ന് വരും ഇല്ലേ? മൈനസ് 1/4. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? x/2 മൈനസ് 1/4. എവിടെ റേഞ്ച്? 1 ലെസ് ദാൻ. കണ്ടിന്യൂറ്റി ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ പോയിന്റ് കാണണം അല്ലേ? അതിനെന്ത് ചെയ്യാം? 3 കൂടി എടുക്കുക അല്ലേ? 0 to 1 x/2 അല്ലേ? dx പ്ലസ് 1/2 1 to 2 dx പ്ലസ് പിന്നെ എത്ര വരും? 2 to x ആണ് അല്ലേ? 2 to x മൈനസ് 3/2 പ്ലസ് ഇവിടെ എന്ത് വരും? എക്സ് ആണ്. x/2 ആണ്. മൈനസ് x/2 പ്ലസ് 3/2 dx. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി അല്ലേ? അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 1/4 അല്ലേ കിട്ടി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അതാ 1/4. ഇനി നെക്സ്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. പ്ലസ് 1/2 ഇല്ലേ? 2 മൈനസ് 1 ശരിയല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വരും. അപ്പോൾ 2 മൈനസ് 1. ഇനി നെക്സ്റ്റ് എന്ത് വരും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x²/4 2 to x എന്ന് വരും. പ്ലസ് 3/2 എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x-2 എന്ന് വരും. ഓക്കെ, ഇനി 1/4 പ്ലസ് ഇതെത്ര വരും? 1/2 ആണ്. 2 മൈനസ് 1 1 തന്നെയാണ്. അപ്പോൾ 1/2 മൈനസ് ഇതെന്ത് വരും? x² തന്നെയാണ്. എക്സ് കൊടുക്കുമ്പോൾ ഇല്ലേ? x²/4 ഇല്ലേ? മൈനസ് ഇതിനും കൂടി ഉണ്ട്, ഈ ലിമിറ്റിനും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. മൈനസ് 2 കൊടുക്കുക. അപ്പോൾ 4/4 ആയി അല്ലേ? 4/4. ഓക്കെ, പ്ലസ് ഇതിന് മാത്രമേ ഉള്ളൂ മൈനസ്, കണ്ടോ? ഇതിന് മാത്രമേ ഉള്ളൂ. പ്ലസ് 3/2 ഇൻറ്റു ഇതെന്ത് വരും? x-2. ഓക്കെ, ഇനി നമുക്കിതെടുക്കാം. ഇതിനെ എടുക്കാം. ഇതെത്ര വരും? 3/4 എന്ന് വരും ഇല്ലേ? അതായത് അര പ്ലസ് 1/4 മുക്കാലല്ലേ? അതായത് 1/2 പ്ലസ് 1/4 3/4 മൈനസ് x/4 പ്ലസ് 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് 1. ഈ മൈനസിനെ അകത്തോട്ട് എടുത്തു. ഇനി പ്ലസ് 3/2 എക്സ് മൈനസ് 2 ഇൻറ്റു 3/2 എന്നൊരു 2 ക്യാൻസൽ ചെയ്തില്ലേ? അപ്പം -3 എന്ന് വരും ഇല്ലേ? 2 ക്യാൻസൽ ചെയ്ത് -3. ഇനി ഇതും കൂടെ എടുക്കുക. അപ്പോൾ എന്ത് വരും? എന്താ വരുന്നത്? 3/2 എക്സ് മൈനസ് x⁻4 ഇത് മൈനസ് എന്താ വരുന്നത്? 1ഉം
3യും അപ്പോൾ 2 വരും അല്ലേ, -2 അല്ലേ, -2 + 3/4. ഇനി 3/2x - x/4, പിന്നെ ഇതെന്ത് വരും, അതായത് ഇതിൻ്റെയും കൂടെ ഇതാക്കുക അല്ലേ, ഞാൻ കാണിച്ചു തരാം. -2 + 3/4 which is equal to 4. ഈ 4നെ ഇൻറ്റു ചെയ്യുക, അപ്പോൾ -8 + 3 എത്ര വരും, 8 + 3 എന്ന് പറയുമ്പോൾ -5/4 ഇല്ലേ, -5/4 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇത് ഇങ്ങോട്ട് എഴുതുക. അടുത്ത ആൻസർ 3/2x - x²/4 -5/4 ആൻഡ് എന്താണ് റേഞ്ച് 2 <x <3. ഇനി എന്ത് വരും, ഇനി അതർ കേസിൽ അല്ലേ, അതർ കേസിൽ 1 ആവും അല്ലേ. നെക്സ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ 1 അല്ലേ പോയിൻ്റ്, എപ്പോഴാണ് x > 3 ആകുമ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും, എങ്ങനെ സ്കെച്ച് ചെയ്യുന്നത്, ഇതൊരു f(x) ആൻഡ് F(x), അതായത് സ്മോൾ f(x) ഡെൻസിറ്റി ഫംഗ്ഷനാണ്, F(x) എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, മോണോട്ടോണിക് ഇൻക്രീസിങ് കർവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ വരയ്ക്കാം, നമ്മുടെ ഇതനുസരിച്ചിട്ട് എവിടെ മുതലാണ്, ഇതിൻ്റെ 0 to 3 വരെയാണ് അല്ലേ. എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എടുക്കുക, 0 1 2 3. ഓക്കെ, അതുപോലെ തന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം എന്താ വരുന്നത്, ഇവിടെ x/2 വരും, പിന്നെ 1/2 വരും ഇല്ലേ, പിന്നെന്താ വരും -x/2 + 3/2 എന്ന് വരും. അപ്പോൾ എന്തായാലും ഒരു മാക്സിമം പ്രോബബിലിറ്റി 1/2 രീതിയിൽ ഇവിടെ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ, ഇത് f(x)ൻ്റെ ഫംഗ്ഷൻ. ഇത് ജസ്റ്റ് ഒന്ന് അറിയുന്ന രീതിയിലേ വരയ്ക്കാവൂ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരു സമയമാവും, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അടുത്തത് എന്താണെന്ന്, അതായത് f(x)ൻ്റെ റേഞ്ച് എന്തായിരിക്കുമെന്ന്. ഓക്കെ, ഇത് 0, ഇത് f(x)ൻ്റെ ആണ്. എങ്ങനെ ആയിരിക്കും, 1 2 3. ഇത് 1/2 ഇല്ലേ, മാക്സിമം വാല്യൂ 1 ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ ഇല്ലേ. f(x) ലൈസ് ബിറ്റ്വീൻ എന്ത് വരും, 0യ്ക്കും 1നും ഇടയ്ക്കാണ് ഇല്ലേ. അതാണ് അടുത്ത പ്രോപ്പർട്ടി ഇതിൻ്റെ. അപ്പോൾ എന്ത് വരും, ഇവിടുന്ന് ഇങ്ങനെ എവിടെ വരെ വരും, നമുക്ക് മാക്സിമം വാല്യൂ എവിടെ വരെയാണ്, മാക്സിമം ഇതെന്ന് പറയുന്നത് 3 വരെയാണ് അല്ലേ. 3 വരെ എന്ത് വരും, 1 വരും. അതായത് 3 കഴിഞ്ഞാലേ 1 കോൺസ്റ്റൻ്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുവരെ ഇങ്ങനെയായിരിക്കും ഷേപ്പ് ഇല്ലേ, സോറി, ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആവുന്നത് ഇവിടെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ എന്നോട് ലൈവ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഹലോ കുട്ടികളെ, നമ്മൾ പുതിയ ഒരു മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മോഡ്യൂളിൻ്റെ പേരാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. നമ്മുടെ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠിക്കുക, എല്ലാം അപ്ഡേറ്റ് ആക്കി വയ്ക്കുക. കാര്യം മെയ് 31 ക്ലാസ്സുകൾ തീർത്ത് തരണമെന്നാണ് പ്രിൻസിപ്പൽ സാറിൻ്റെ ഓർഡർ. അപ്പം അതനുസരിച്ചിട്ടാണ് ഇവിടെ വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം മിനിമം 3 വീഡിയോ ഉണ്ടായിരിക്കും. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. കാര്യം ഇനി വീട്ടിൽ ഇരുന്നിട്ട് ചെയ്താൽ മതിയാവുമല്ലോ.
കാര്യം കോളേജിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം അത് അപ്ഡേറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്സും എഴുതിയെടുത്തിട്ട് അത് അപ്പം തന്നെ പഠിക്കുക. ഇനി ഒരു ഇതിലേക്ക് പോവരുത്, ഒരു അപ്ഡേഷൻ ഇല്ലാതെ പോവരുത്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ പഠിക്കുക. ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് മസ്റ്റായിട്ട് എന്നോട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് കൂടുതലും കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആകാൻ കഴിയുള്ളൂ, ഹയർ സ്റ്റഡിക്കായാലും ശരി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്റ്റാൻഡേർഡ് IIT, അതായത് IIT NIT പിന്നെ യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ സെൻറ്ററുകളിലൊക്കെ പഠിക്കണമെങ്കിൽ ഈ കോൺസെപ്റ്റുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എൻട്രൻസിൽ നമുക്ക് മികവ് കാണിച്ച് നമുക്ക് മുന്നിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് ഈ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മോഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ അല്ലേ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് നമ്മൾ സ്റ്റാറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് പോകാം എന്നാണ് ഇതിൽ നോക്കുന്നത്. ഇപ്പം സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ എടുക്കുകയാണ്. ഈ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ്റെ കോൺസെപ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. കാര്യം നമുക്ക് വാരി വലിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, കാര്യം എല്ലാം വേസ്റ്റായി പോകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് വാരി വലിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണം എല്ലാം വേസ്റ്റാകും ഇല്ലേ? പിന്നെ എത്ര പേർക്ക് ലഞ്ച് ഒരുക്കണം, എത്ര പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എത്ര പേർക്ക് ഈവനിങ് സ്നാക്സ്, എത്ര പേർക്ക് പിന്നെ ഡിന്നർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷനിലാണ് ഇത് പോകുന്നത്. അതിൻ്റെ കൂടെ അത് പ്രോബബിലിറ്റിയും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാണ്. അപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷന് അപ്പുറം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫുഡെല്ലാം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഭക്ഷണം തന്നെ, ഒരു ഹോട്ടലിൽ പോയാൽ പോലും അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സ്റ്റാറ്റി അപ്ലൈഡ് ആണ്. മനസ്സിലായോ? അവിടെ വേറെ ഒരു സബ്ജക്റ്റും അല്ല അപ്ലൈ ചെയ്യുന്നത്, സ്റ്റാറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം വേസ്റ്റാണ്. അപ്പോൾ ആ ഹോട്ടൽ ഉടമയ്ക്കും ആ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ചീഫിനൊക്കെ അറിയാം. പിന്നെ എന്താണ് ഈ ചീഫ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് മാനേജറാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അയാൾക്ക് വരെ അറിയാം എത്ര പേര് ഭക്ഷണം കഴിക്കാൻ വരും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫേമസ് ആയ ഹോട്ടലാണെങ്കിൽ ഇത്ര പേര് ഭക്ഷണം കഴിക്കാൻ വരും, ലഞ്ചിന് ഇത്ര പേരുണ്ടാവും. അപ്പം ആ പ്രോബബിലിറ്റിയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ കൊണ്ട് എന്ത് മനസ്സിലായി? അതായത് ഒരു ആവറേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ശരിക്കും ഹോട്ടലിൽ ആവറേജ് ഇല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഒരു ആവറേജ് ഒരു കണക്കെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേ ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആണ്, മനസ്സിലായോ? ഒരു മീനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ഹെഡിങ് തന്നെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. എന്താണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് എക്സ് ബി, ഈ എക്സ് എന്ന് വെച്ചാൽ റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ലെറ്റ് എക്സ് ബി, റാൻഡം വേരിയബിളൊക്കെ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാര്യം അത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എടുത്ത് എനിക്ക് പറയാൻ സമയമില്ല. അപ്പം ഞാൻ നേരിട്ട് തന്നെ റാൻഡം വേരിയബിളിലേക്ക് പോവുകയാണ്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിച്ച് ടേക്ക് ദ വാല്യൂസ് x1. നമുക്കിങ്ങനെ എഴുതാം ഇല്ലേ? x1, x2, etc. xn with probabilities, corresponding probabilities p1, p2, etc. pn. ഓക്കെ, അതായത് ഈ റാൻഡം വേരിയബിളിനെ ഇങ്ങനെ വാല്യൂസ് ആക്കി മാറ്റി. റാൻഡം വേരിയബിളിന് ഒരു വാല്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇല്ലേ?
ഇല്ലേ? അത് ആ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണെന്നൊക്കെ ഞാൻ ആ കോൺസെപ്റ്റൊക്കെ പഠിപ്പിച്ച് തന്നതാണ്. അപ്പോൾ ഇനിയും അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കുക, എന്നിട്ട് ഒന്നും കൂടെ റീകോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എക്സിന് ഈ വാല്യൂസ് ഉണ്ട്, x1, x2, etc., xn, and corresponding probabilities p1, p2, etc., pn. Okay. Then mathematical expectation of x. മാത്തമാറ്റിക്കൽ ഇങ്ങനെയാണ് എഴുതുന്നത്. എന്താണ്? ദെൻ ഇതിൻ്റെ അതായത് ഇതൊരു വാല്യൂ, ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റിയും ഒക്കെ ആണെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് ഈ എക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് എക്സ്. മനസ്സിലായി? ഇ എക്സ് ആണ് വേണ്ടത്. ഇനി സ്മോൾ എക്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് വിചാരിക്കണം? എക്സിന് അസൈൻ ചെയ്ത വാല്യൂ ആണെന്ന് വിചാരിക്കണം. ഓർ ഇ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ എക്സിന്, ഈ റാൻഡം വേരിയബിളിന് അസൈൻ ചെയ്ത വാല്യൂ ആണെന്ന് വിചാരിക്കും. ഇവിടെ അസൈൻ ചെയ്ത വാല്യൂസ് ആണല്ലോ x1, x2, etc., xn എന്നാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇ ഓഫ് എക്സ് ഓർ ഇ ഓഫ് എക്സ്. ഇത് ഡിനോട്ട് ചെയ്യാം, പക്ഷേ ഈ എക്സ് എന്താണ്? ഈ റാൻഡം വേരിയബിളിന് അസൈൻ ചെയ്ത വാല്യൂ ആണ് ഇ ഓഫ് എക്സ്. ഓക്കെ, ഈസ് ഡിഫൈൻഡ് ആസ്, ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ്, നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ ഐ ഈക്വൽ ടു 1 to n. എന്തുകൊണ്ടാണ്? n വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പി വാല്യൂസ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റീസും ആണ്. n പ്രോബബിലിറ്റീസാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ x1, x2 എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ രാവിലത്തെ ഒരു ഹോട്ടലിൽ സംബന്ധിക്കുവാണെങ്കിൽ ഇതെന്താണ്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ഉച്ചയ്ക്കത്തെ ഡിന്നർ, സ്നാക്സ്, എക്സെട്ര അങ്ങനെ പോകുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി അത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇ ഓഫ് എക്സ്, അതായത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഓർ എക്സ്പെക്റ്റേഷൻ എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇ ഓഫ് എക്സ്. മനസ്സിലായി? ഇ ഓഫ് എക്സ് ഈക്വൽ ടു എവിടെ വരെ ഉണ്ട്? n വാല്യൂസ് ആണ്, 1 മുതൽ n വാല്യൂസ്. അപ്പോൾ സിഗ്മ ഓവർ ഐ ഈക്വൽ ടു 1 to n, പിന്നെ എന്ത് വരും? xi ഇൻറ്റു പി ഐ, അതിൻ്റെ പ്രോബബിലിറ്റി. ശരിയല്ലേ? അതായത് ഈ x1 എന്ന് പറയുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണവും അതിൻ്റെ പ്രോബബിലിറ്റി ഇല്ലേ, അതാണ്. പ്ലസ് ലഞ്ച് കഴിക്കാൻ വരുന്നവരുടെ എണ്ണവും അതിൻ്റെ പ്രോബബിലിറ്റി, എക്സെട്ര. മനസ്സിലായോ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ എടുത്തു, ഇത് സമ്മ് x1 ഇൻറ്റു p1 പ്ലസ് x2 ഇൻറ്റു p2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഇൻറ്റു pn. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് ആണ്. മനസ്സിലായോ? പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ അതിൻ്റെ ഡാറ്റ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നത്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi pi എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, ഡിഫറെൻറ്റ് വാല്യൂസാണ് x1, x2, എക്സെട്ര xn. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് p1, p2, എക്സെട്ര pn. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് ഇതിന് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, റാൻഡം വേരിയബിളിന് അസൈൻ ചെയ്യുന്ന വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi pi. xi എന്ന് പറയുന്നത് എടുക്കുന്ന വാല്യൂസാണ്. ക്യാപിറ്റൽ xi എന്ന് എഴുതരുത്, അവിടെ തെറ്റിപ്പോവും. സ്മോൾ xi തന്നെ എഴുതണം. xi ഇൻറ്റു പി ഐ വിച്ച് ഇസ് ഈക്വൽ ടു x1 ഇൻറ്റു p1 പ്ലസ് x2 ഇൻറ്റു p2 പ്ലസ് എക്സെട്ര xn ഇൻറ്റു pn. ഇത് ഒരു ആവറേജ് ആണ്, മീനാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്, ഇത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്താമേ. ഒരു ഡൈ ത്രോ ചെയ്യുന്ന ടൈമിൽ അതിന് എത്ര ഫേസസ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6 ഫേസസ് ഉണ്ടാവും.
അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫേസ് വീഴാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. കാര്യം 6 ഫേസസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 1/6 1/6 1/6 1/6 ആണെന്ന് വിചാരിക്കുക. ഓരോ ഫേസും വീഴാനുള്ള പ്രോബബിലിറ്റി 1/6. 1/6 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡൈ ആണേ. ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/6 ആണ്. അപ്പോൾ E(x) എങ്ങനെ കാണും? E(x) എങ്ങനെ കാണും? ഇത് എന്താണ്? ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ് അല്ലേ. E(x) എങ്ങനെ കാണും? xi × pi. അപ്പോൾ ഈ x എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 × 1/6 പിന്നെ 2 × 1/6 പ്ലസ് 3 × 1/6 പ്ലസ് 4 × 1/6 പ്ലസ് 5 × 1/6 6 × 1/6. ഓക്കെ, ഇനി 1/6 എല്ലാ ടേമിലും ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. 1/6 അപ്പോൾ അകത്തെന്ത് വരും? 1 + 2 + 3 + 4 + 5 + 6 ആണ്. ഓക്കെ, ഇതെന്ത് വരും? 1/6 അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം? എങ്ങനെ ആഡ് ചെയ്യാം? n × n+1/2 ആണ് ഇല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 6 ആണ്. അപ്പം 6 × n+1 എന്ന് പറയുന്നത് 7 ആണ്. 7/2 ആണ്. ഈ 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 7/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3.5 ആണ്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. E(x) = ഇത്, അതായത് x ഈസ് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ്. അത് ഞാൻ പിന്നീട് പറയും. ഇപ്പോൾ ജസ്റ്റ് E(x) = σxi i = 1 to n pi ആണ്. ഓക്കെ, അതായത് ഓരോ ഡേറ്റയുടെ വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ് E(x) എന്ന് പറഞ്ഞത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈ ത്രോ ചെയ്യുന്നു. ഒരു ഡൈ ത്രോ ചെയ്യുമ്പം എത്ര ഫേസസ് ഉണ്ടാവും? 1 2 3 4 5 and 6. ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ 1/6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ E(x) എങ്ങനെ കാണും? E(x) എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 × അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 പ്ലസ് അല്ലേ, സമ്മല്ലേ, 2 × 1/6 പ്ലസ് 3 × 1/6 പ്ലസ് 4 × 1/6 പ്ലസ് 5 × 1/6 പ്ലസ് 6 × 1/6. കാര്യം ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 1/3 1/2 എന്നൊക്കെ എഴുതാം. പക്ഷെ അത് എഴുതുന്നതിന് പകരം നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ കുറച്ചും കൂടി 10 മിനിറ്റ്സിനുള്ളിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്പീഡിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ടൈമിൽ 1/6 ഉണ്ട്, ഇവിടെ ഉണ്ട് 1/6, ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാം 1/6. സോ കോമൺ ടേം ആയതുകൊണ്ട് 1/6 പുറത്തേക്ക് എടുത്തു. 1 + 2 + എക്സെട്ര പ്ലസ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, 3 + 4 + 5 + 6 എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/6 ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അതായത് ഫസ്റ്റ് 6 നമ്പേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? 6 × 7/2 ആയിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് നാച്ചുറൽ നമ്പറിൻ്റെ സം എങ്ങനെ എഴുതാം? n × n+1/2 ആണ്. അതാണ്. അപ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്, n+1 എന്ന് പറയുന്നത് 6 + 1 7 ആണ്, /2 ആണ്. അപ്പോൾ 6ഉം 6ഉം ക്യാൻസൽഡ്. റിമൈനിങ് ടേം എന്ന് പറയുന്നത് 7/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3.5 ആണ് ആൻസർ. അപ്പം ഇത് ഒരു PSC പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാം. 7/2 എന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ 3.5 എന്ന് ഒരു ഓപ്ഷൻ തരും. ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയാലും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഒരു കോയിൻ അല്ലല്ല, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ്, അതിൻ്റെ ആവറേജ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. 3.5 എന്ന് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ 7/2 എന്ന് പഠിച്ചിരിക്കണം. മനസ്സിലായോ?
അപ്പം അതുകൊണ്ട് ഈ വാല്യൂ പഠിച്ചു വയ്ക്കുക. ഇത് നിങ്ങളുടെ വേറൊരു ബുക്ക് ഞാൻ പറഞ്ഞു തരില്ല, ആ ബുക്കിൽ ഇതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. PSC ക്വസ്റ്റ്യൻ, സെറ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഓർ മീൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ആവറേജ് ഓർ മീൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു പിന്നെന്താണ് സിഗ്മ I ഈക്വൽ ടു 1 to n xi/fi/n. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസീസ് വരുമ്പോൾ, അതായത് നമ്മൾ സാധാരണ എക്സ് ബാർ എങ്ങനെ കാണും, സിഗ്മ xi/n ആണ് ഇല്ലേ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യം കറസ്പോണ്ടിങ് എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഓരോ വാല്യൂ, ആ വാല്യൂ എത്ര ടൈം, അത് പ്രോബബിലിറ്റി അല്ല ഞാൻ പറഞ്ഞത്, എത്ര ടൈം ഫ്രീക്വൻസി, അതായത് റിപ്പീറ്റ് ചെയ്തു, അതായത് എക്സ് വാല്യൂസ് F1 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, X2 വാല്യൂസ് F2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, XN വാല്യൂ FN ടൈം റിപ്പീറ്റ് ചെയ്യുവാണ്, അല്ലാതെ പ്രോബബിലിറ്റി അല്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ആപ്ലിക്കബിൾ ആകും, അതായത് ഞാൻ പറഞ്ഞു, അതായത് എക്സ്പെക്റ്റേഷൻ E(x) എന്ന് പറയുന്ന ആവറേജ് ഒരു മീൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഈ FI/n എന്ന് പറയുന്നത്, അതായത് FI എന്ന് പറഞ്ഞാൽ F1/n അല്ലെങ്കിൽ F2/n FN/n എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റിയാണ്. മനസ്സിലായോ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസിക്കൽ പ്രോബബിലിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ, അതായത് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ആണ് ഇവിടെ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്രോബബിലിറ്റി ആയില്ലേ. പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ എന്താണ്, 0 and 1 അല്ലേ. കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്, ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ആക്കേണ്ടതാണ്. മനസ്സിലായി? അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായിട്ട് മാറും, PI ആയിട്ട് മാറും ഇല്ലേ. അപ്പോൾ FI/n എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി PI ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായി? പ്രോബബിലിറ്റി ആയിട്ട് മാറി. ഇതെങ്ങനെ മാറിയെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ഫേവറായിട്ടുള്ള ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വീണ്ടും ഇതെന്തായി PI ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് PI ആയിട്ട് മാറി. അപ്പോൾ ഇതെന്തായി E(x) ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ E(x) ആയിട്ട് മാറി. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ എക്സ്പെക്റ്റേഷൻ എന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡിഫൈൻ എക്സ്പെക്റ്റേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് കേസും കൂടി നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടതാണ്. ഡിസ്ക്രീറ്റിൽ എന്താണെന്നും കണ്ടിന്യൂസിൽ എന്താണെന്നും അറിയണം. ഒരു എക്സാമ്പിളും കൂടി എഴുതി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫുൾ മാർക്ക് ഇടും. അതായത് ഇപ്പം ഞാൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, അപ്പം ഞാൻ എന്തായാലും ഫുള്ള് തരും. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർ അങ്ങനെ തരണമെന്നില്ല, 2 പേര് വരുന്നവർ അങ്ങനെ തരണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, അതെല്ലാം വെട്ടിക്കളയും. മനസ്സിലായോ? ഈ കുട്ടി ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ ആൻസർ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. മനസ്സിലായോ? ഇപ്പോൾ 2 മാർക്ക് കിട്ടുന്ന സ്ഥാനത്ത് ചിലപ്പോൾ 1 1/2 മാർക്കൊക്കെ തരത്തുള്ളൂ. അപ്പോൾ ഡിഫൈൻ എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും കൂടി, ഓറല്ലട്ടോ ആൻഡ് ആണ്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും കൂടി പറയുക, ഒരു എക്സാമ്പിളും കൂടി അവിടെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തതെന്ന് പറയാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് വാല്യൂസ്, അതായത് ഇതിൻ്റെ വാല്യൂസ് x1 x2 എക്സെട്ര നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, ഇൻഫിനിറ്റി ടൈംസ് എടുക്കുക കേട്ടോ.
and its values x1, x2, etc. Let P of x be its probability density function അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഓർ എഫ് ഓഫ് എക്സ് എന്ന്. ഓക്കെ, പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ്. ഓക്കെ, അതായത് എന്തായാലും ഈ ഡാറ്റ നമുക്ക് എന്തുണ്ടാവും, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും വിളിക്കുകയും ചെയ്യാം കേട്ടോ, തിരിഞ്ഞു പോകരുതേ. ഡിസ്ക്രീറ്റ് ആണ്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞാലും രണ്ടും സെയിം അർത്ഥമാണ്. പക്ഷേ ഇവിടെ ഡിസ്ക്രീറ്റ് ആയത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓർ പി ഓഫ് എക്സ്. നമുക്ക് പി ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇ ഓഫ് എക്സ് എന്തായിരിക്കും? ഇ ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? സിഗ്മ ഓവർ ഐ ഇല്ലേ? ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി വരെ ആവാം. പിന്നെന്ത് വരും? എക്സ് ഐ, നമ്മൾ എക്സ് ഐസ് എടുത്തിട്ടുണ്ട്. പിന്നെന്ത് വരും? പി ഓഫ് എക്സ് ഐ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. ഓക്കെ, ഇതാണ് എന്ത്? എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, മനസ്സിലായോ? ഇതിൻ്റെ സമ്മ് ചിലപ്പം എന്താവാം? ഇൻഫിനിറ്റി ആവാം. പിന്നെന്താ, ഇൻഫിനിറ്റിയിലേക്ക് പോവുകയും ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെന്താണ്? ഓക്കെ, അത് ഇപ്പോൾ പറയുന്നില്ല, പറഞ്ഞത് ആ കൺഫ്യൂഷൻ ആവണ്ട. അതായത് നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഓരോ വാല്യൂവും ആ വാല്യൂവിനെ സംബന്ധിച്ച് പ്രോബബിലിറ്റിയുമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ ആ അതായത് ഓരോ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് എന്തുണ്ടാകും? പ്രോബബിലിറ്റി ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഇവിടെ ഇൻഫിനിറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻഫിനിറ്റി വരെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, എടുത്താലും നമുക്ക് ഒരു വാല്യൂ കൺവെർജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവും. അതായത് ഈ വാല്യൂവിന് ഒരു പോയിൻ്റ് വാല്യൂ ഉണ്ടാവും. 1 എന്നോ 2 എന്നോ പി എന്നോ പി സ്ക്വയർ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺവെർജൻറ്റ് വാല്യൂ. അതായത് കൺവെർജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHSൽ എടുക്കുന്ന എന്താണോ ആ വാല്യൂ ഒരു പോയിൻറ്റിലേക്ക് കടക്കുക, ഒരു പോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു പോയിൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കൺവെർജൻ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിലോ, ഈ ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ്? ഡൈവർജൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആ പോയിൻറ്റിലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻറ്റിലേക്ക് പോകുന്നില്ല. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവറേജ് എന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് വാല്യൂ അല്ലേ? നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ മുതലേ പഠിക്കുന്നതല്ലേ? അപ്പോൾ ഒരു പോയിൻ്റ് വാല്യൂവിലേക്ക് പോവുക. അപ്പോൾ പോയിൻ്റ് വാല്യൂവിലേക്ക് പോവുകയാണെങ്കിൽ അത് കൺവെർജൻ്റ് ആണ്. ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ആ നമുക്ക് തന്ന വാല്യൂ അല്ലെങ്കിൽ ആ സീരീസ്, അതായത് ഈ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈവർജൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഇവിടെ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡിഫൈൻ ഇൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ എക്സ്പെക്റ്റേഷൻ ഇതാണ്. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ, അതായത് ഈ ഒരു എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞ് കാര്യം അതൊക്കെ ചിലപ്പം യു ജി സി ഇല്ല, നെറ്റ് PSC സെറ്റ് ഇൻ്റർവ്യൂ ഇങ്ങനത്തെ പല പല പരീക്ഷയ്ക്ക് IIT NIT ഇങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന 2 എക്സാമ്പിൾസ്, അതായത് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത 2 കേസുകൾ ഞാൻ പറഞ്ഞു തരാം. അത് നോട്ട് ചെയ്ത് വെക്കുക, ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ മറ്റ് ഫ്യൂച്ചർ ബുക്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇത് കട്ടായിപ്പോയി. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ലൈസ് ബിറ്റ്വീൻ 0 and 1. ഫൈൻഡ് ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ. അതായത് ഈ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ ഡെഫിനേഷൻ ഓഫ് ഇ ഓഫ് ഫി ഓഫ് എക്സ് വൈ ഈക്വൽ ടു integral over x integral over y phi of xy f of xy dx into dy. അപ്പോൾ ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ അറിയാമോ? അതായത് അത് പഠിപ്പിക്കാനായിരുന്നു നോക്കിയത്, അപ്പോഴേക്കും ഇത് കട്ടായിപ്പോയി. അപ്പോൾ ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ
ഇൻറ്റു 0 to ഈക്വൽ ടു 0 to 1 ഇൻ്റഗ്രൽ 0 to 1 ഇതാണ് ഫംഗ്ഷൻ അല്ലേ, ഇതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു പി ഡി എഫ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇതിനെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. കാര്യം ആ ഒരു സിമ്പിൾ ഫോമിൽ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ പോസിബിൾ ആവത്തുള്ളൂ. സോ ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇവിടെ ഒന്നുമില്ല, സോ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ കറക്റ്റായില്ല, ഇതിനെ ഞാൻ ഈ ഇൻറ്റു ചെയ്ത് ഈ ഫോമിലേക്ക് ആക്കി. ഇനി ഇവിടെ പ്ലസ് സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ നമുക്ക് ഡബിൾ സ്പ്ലിറ്റപ്പ് ചെയ്യാം, 2 പാർട്ടാക്കാം അല്ലേ, ഡബിൾ അല്ല 2 പാർട്സ് ആക്കാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് വൈ ഡി എക്സ് ഡി വൈ പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇനിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ റേഞ്ച് എല്ലാം 0 to 1 ആയതുകൊണ്ട്, അതായത് എക്സിൻ്റെ വൈയുടെയും റേഞ്ച് ഈക്വൽ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാനത് ഡി വൈ, അപ്പോൾ വൈ ആണ് പുറത്തുള്ളത്, അതായത് ഇത് എക്സും ഇത് വൈയും ആണ്. സോ ഇതിൻ്റെ റേഞ്ചും ഇതും ഒക്കെ ഞാൻ മാറ്റിയിടാൻ പോവുകയാണ്. ഇത് വൈയുടെ റേഞ്ചാണ്, വൈ ഈസ് ഈക്വൽ ടു 0 to 1 ഡി വൈ മാറ്റിയെടുത്തു. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, അതായത് പുറത്ത് കിടക്കുന്ന ഡി വൈയും ഈ അകത്ത് കിടക്കുന്ന ഇതും കൂടി ഞാൻ ഇൻ്റഗ്രേഷൻ മാറ്റിയിട്ടിട്ട് ഇതിനെ, അതായത് എക്സ് ഈക്വൽ ടു 0 to 1, കാര്യം എക്സ് കൊണ്ട് ആദ്യം ഞാൻ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് ക്യൂബ് വൈ ഡി എക്സ്. ഓക്കെ, ഇപ്പോൾ ശരിയായല്ലോ. അതേപോലെ ഇവിടെയും മാറ്റിടുക. അത് കാര്യം ഇവിടെ എടുത്തെഴുതുക, കാര്യം എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ റേഞ്ച് പേര് എടുത്തെഴുതിയത്. അപ്പോൾ ഇവിടെയും വൈ ഈക്വൽ ടു 0 to 1 ഡി വൈ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് 0 to എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ശരിയായില്ല. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 0 to 1. ഇവിടെ നോക്കൂ, ഇവിടെ വൈ ഡി എക്സിലാണുള്ളത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ് ഇതിനെ സംബന്ധിച്ച്? എക്സ് മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ കാര്യം മാത്രം ഇവിടെ ഓക്കെയാണ്. വൈ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇല്ലേ, കോൺസ്റ്റൻ്റ് ആയിട്ട്. കാര്യം ഇവിടെ വേരിയേഷൻ ഉള്ളത് എക്സിന് മാത്രമേ ഉള്ളൂ ഇല്ലേ. 0 to 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്, സം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഏരിയ 0 to 1 വരെയുള്ള ഏരിയയെ സം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഒരു അധിക പറ്റാണ്. ആ വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അതും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ വൈയുടെ കൂടെ ചേരും ഇല്ലേ, വൈ ഡി വൈ. നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരികയാണ്, വൈ ഇൻറ്റു ഡി വൈ. അപ്പോൾ അകത്തെന്ത് വരും? എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് ക്യൂബ് ഡി എക്സ്. ഓക്കെ അല്ലേ? പ്ലസ് സിമിലർലി ഇത് തന്നെ നമുക്ക് ഇവിടെയും പ്രയോഗിക്കാവുന്നതാണ്. വൈ ഈക്വൽ ടു 0 to 1. ഇവിടെ എന്ന് പറയുന്നത് എക്സിൽ മാത്രമേ ഉള്ളൂ ചേഞ്ചസ് ഉള്ളത്, മീൻസ് വേരിയേഷൻ ഉള്ളത്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ഡി വൈ എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ശരിയായല്ലോ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാവേ. ഇത് അവിടെ തന്നെ ഇടുക, ഇത് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാവൂ. അപ്പോൾ y is equal to 0 to 1 y dy. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് ഇതെന്ത് വരും? 1 അല്ലേ വരുന്നത് അല്ലേ. എക്സ് റേസ് ടു 4/4 0 to 1 dx പ്ലസ് y ഈക്വൽ ടു 0 to 1 y സ്ക്വയർ dy. ഇതെന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3 0 to 1 അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഡി എക്സ് ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും, അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ അല്ലേ. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 to 1 വൈ ഡി വൈ. പിന്നെ എന്ത് ചെയ്തു? 1/4 ഇല്ലേ. 1/4 ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് വരും? 1, അതായത് 1/4 എന്ന് പറയുന്നത് 1 മൈനസ് 0/4 എന്ന് 0 ഇല്ലേ. പ്ലസ് വൈ ഈക്വൽ ടു 0 to 1. ഇതിപ്പോൾ എനിക്കറിയാത്തതല്ല, നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന്. ഓക്കെ, വൈ സ്ക്വയർ ഡി വൈ
ഇനി 1/3 ഈസ് കോൺസ്റ്റൻറ്റ്. 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെ, 0 ക്യൂബ് എന്ന് പറയുന്നത് 0 തന്നെ ഇല്ലേ? അപ്പോൾ ശരിയായി. വിച്ച് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു 0 to 1 എന്ത് വരും? 1/4 ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 1/4 പുറത്തേക്ക് എടുത്തു. y ഇൻറ്റു 1 എന്ന് പറയുന്നത് y തന്നെ, അപ്പോൾ y dy പ്ലസ് ഇത് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഡയറക്റ്റായിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും ചെറിയ കുട്ടികളല്ല, മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടി ഞാൻ സ്കിപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കുക, കാര്യം വലിയ കുട്ടികളാണ്. അപ്പോൾ ഈ 1/3 ഈസ് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. y ഈസ് ഈക്വൽ ടു 0 to 1 y സ്ക്വയർ dy. അപ്പോൾ ഓക്കെ ആയോ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മാറ്റി. ഇനി വിച്ച് ഈസ് ഇപ്പോൾ ഒരു ഇൻ്റഗ്രലായി, ഇപ്പോൾ ഓക്കെ ആണ്. ഇതെന്ത് വരും? ഇവിടെ ഒരു ഇതും കൂടെ വരും, y സ്ക്വയർ ബൈ 2 0 to 1 പ്ലസ് 1/3 ഇൻറ്റു y ക്യൂബ് ബൈ 3 0 to 1. ഇനി 1/4 ഇൻറ്റു 1/2 ഇൻറ്റു 1 മൈനസ് 0. അവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു. പ്ലസ് 1/3 ഇൻറ്റു 1/3 ഇൻറ്റു 1 മൈനസ് 0. അവിടെ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 1/8 പ്ലസ് 1/9 which is equal to എത്ര വരും ആൻസർ? 72 9 plus 8 which is equal to 17/72. ഓക്കെ, ആൻസർ ആയി. അപ്പോൾ അതേ ആൻസർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, 17/72. പക്ഷെ അവർ ഡയറക്റ്റായിട്ട് ഞാൻ ചെയ്ത പോലെ അല്ല, അവർ ഡയറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തു, കണ്ടല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് 17/70. അതായത് ഒരു 1.5 പേജ് കഴിഞ്ഞിട്ടാണ് 17/72 നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ചെയ്തത്. അവർ 3 സ്റ്റെപ്പിൽ തന്നെ 17/72 എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Elementary properties of some elementary properties of expectation. അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം, ഇത് അറിഞ്ഞു വെച്ചിരിക്കുക. ഇല്ല എങ്കിൽ എടുത്ത് ചോദിക്കാം, ഇന്നത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ തിയറം എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തോട്ടെ. അല്ല, കാണുന്നില്ലല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ then e of c equal to c where c is constant. ഇതാണ് തിയറം. ഒന്നാമത്തെ തിയറം. എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ദെൻ ഇ ഓഫ് സി, അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എപ്പോഴും ആ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് പ്രൂഫ്. നോക്കാം. ലെറ്റ് എക്സ് ബി, നിങ്ങൾക്കിപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഡിസ്ക്രീറ്റും എഴുതാം, കണ്ടിന്യൂസ് കേസും എഴുതാം. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കേസാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണേൽ ഡിസ്ക്രീറ്റ് എഴുതാം, പക്ഷെ തെറ്റിക്കാതെ ചെയ്യണം. ഓക്കെ, ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഹാവിങ് ദ PDF f of x. X be a continuous random variable having the PDF f of x. Then e of c എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഓഫ് e of x എന്താണ്? e of x എന്താണ്? ഇത് ഫംഗ്ഷൻ അല്ല കേട്ടോ. e of x എന്താണ്? ഇൻ്റഗ്രൽ ഓവർ x ഇൻറ്റു f of x dx അല്ലേ? അതേപോലെ ഇതെന്തായിരിക്കും? e of c എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് -∞ to +∞
സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇസ് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു, കാര്യം വേരിയേഷൻ ഇല്ല. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വാട്ട് ഈസ് ദിസ് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് പി ഡി എഫ് ഇല്ലേ, സോറി പ്രോപ്പർട്ടി ഓഫ് പി ഡി എഫ് എന്താണ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് 1 ആണ് ഇല്ലേ, 1 which is equal to C. Hence the theorem. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ്, അതായത് സോറി തിയറം എന്താണെന്ന് എഴുതണമല്ല, തിയറം 2. ഓക്കെ. ഇ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ്. വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഇസ് അനദർ ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ ഇൻ എക്സ് ആണ്. ഓക്കെ, സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. സി എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് എഴുതുകയാണ്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ having the PDF f of x and let g of x be any function. ഞാൻ പറഞ്ഞില്ലേ any function, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ചെയ്ത പോലെ any function of x. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇതുപോലെ ഫങ്ഷന് ഇങ്ങനെ ഒരു ഫങ്ഷനായിട്ട് വരിക. any function of x. thus നമുക്കിത് എന്താണ്, ഞാനിവിടെയും കണ്ടിന്യൂസ് കേസാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സി. ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഈ ഒരു ഇതെന്താ റേഞ്ച് എന്ന് അറിയില്ല, അതുകൊണ്ട് ഇത് ജനറലായിട്ട് എടുക്കുകയാണ്. സി ഇൻറ്റു ജി ഓഫ് എക്സ്. പിന്നെന്താണ് കണ്ടിന്യൂസ് കേസ് വിത്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് dx. ഇനി which is equal to c constant 0 to minus infinity to plus infinity g of x f of x dx which is equal to c. ഇതിനെ എന്ത് വിളിക്കാം നമുക്ക്, എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് എക്സും ഇത് എഫ് എക്സ് എന്നാണെങ്കിൽ എന്ത് വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയും. ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുക, ജി ഓഫ് എക്സ്. അപ്പോൾ അതുകൊണ്ട് സി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, തിയറം 3. ഇതിൻ്റെ നോട്ട് ഞാൻ ഇപ്പോൾ തരാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ഇത് പി എസ് സി പിന്നെ സെറ്റ് എക്സാമിന് ചോദിക്കും, ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കും ഈ ഒരു ഇത് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ എഴുതാം, എ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെന്ത് വരും, എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. കാര്യം എക്സ്പെക്റ്റേഷൻ ഓഫ് ഞാൻ പറഞ്ഞു കോൺസ്റ്റൻറ്റ് എപ്പോഴും പുറത്തേക്ക് വരുമെന്ന്. പ്ലസ് അടുത്ത് എന്താണെന്ന് പറയാൻ പറ്റുമോ, ഇ ഓഫ് ബി എന്ന് പറയുന്നത് ബി തന്നെയാണ് അല്ലേ. വാവ് എ ആൻഡ് ബി ആർ കോൺസ്റ്റൻറ്റ്സ്. ഇതും ഞാൻ കണ്ടിന്യൂസ് കേസാണ് യൂസ് ചെയ്യുന്നത്. പ്രൂഫ് എന്താണ്, ലെറ്റ് എക്സ് ബി ദ റാൻഡം വേരിയബിൾ ഹാവിങ് ദ പി ഡി എഫ് ഇല്ലേ, റാൻഡം വേരിയബിൾ ഹാവിങ് ദ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഇല്ലേ, എഫ് ഓഫ് എക്സ്. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു, കണ്ടിന്യൂസ് കേസാണ് യൂസ് ചെയ്യുന്നത്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതാണ് ഫങ്ഷൻ അല്ലേ. ഫങ്ഷൻ വരുമ്പം എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇറ്റ്സ് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശരിയായില്ലേ, പഠിച്ചതില്ലേ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു, കാര്യം ഞാൻ അടുത്ത പേജിലായതുകൊണ്ട് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബാക്കി എഴുതിയത്, അതുപോലെ തന്നെ ഇവിടെ എഴുതിയത്. ഓക്കെ,
എന്തായിരിക്കും? നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം അല്ലേ? എങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം? -∞ to +∞ ax f of x dx പ്ലസ് ഇൻ്റഗ്രൽ -∞ to +∞ b into f of x dx അല്ലേ? ആൻഡ് a and b are constants, so a പുറത്തേക്ക് എടുക്കണം. -∞ to +∞ x into f of x dx plus b into -∞ to +∞ f of x dx, which is equal to a into what is this? അതായത് x into f of x എന്ന് പറയുന്നത് e of x ഇല്ലേ? പ്ലസ് b into what is this? ഇത് മാത്രം, ഈ വാല്യൂ മാത്രം എന്താണ്? ഇൻറ്റു 1 ആണ്. സോ a into e of x plus b എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ഹെൻസ് ദ പ്രൂഫ്. ഇനി നാലാമത്തെ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രണ്ട് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കൂടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് ആൻഡ് എന്താണ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫങ്ഷൻസ് തരുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? അതായത് ലെറ്റ് എക്സ് ബി ദ റാൻഡം വേരിയബിൾ ഹാവിങ് ദ പി ഡി എഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, ലെറ്റ് ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ബി എനി ഫങ്ഷൻ ഓഫ് എക്സ്, ഫങ്ഷൻസ് ഓഫ് എക്സ്. ദസ് ഇതെങ്ങനെ ചെയ്യാം? എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എങ്ങനെ എഴുതും? -∞ to +∞ ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ഇല്ലേ? ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി സ്പ്ലിറ്റ് ചെയ്താൽ പോരെ? വിച്ച് ഈസ് ഈക്വൽ ടു -∞ to +∞ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് -∞ to +∞ എച്ച് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? ഇതിന് നിങ്ങൾക്ക് കൊടുത്തുകൂടെ? എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഇതെന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്. ഹെൻസ് ദ തിയറം. അതായത് തിയറം നമ്പർ 4 ആണ്. കണ്ടില്ലേ? കിട്ടില്ലേ? ഇതാ റിസൾട്ട് വന്നില്ലേ? ഓക്കെ, അതായത് എക്സ് ബി ദ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് എഴുതണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇനി അടുത്ത തിയറമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്തല്ലോ അല്ലേ? ഇവിടെ ഫങ്ഷൻ സെക്കൻഡ്, അതെ സെക്കൻഡ്. ഇനി അടുത്ത തിയറം, അഞ്ചാമത്തെ തിയറമാണ്. അഞ്ചാമത്തെ തിയറം. ഇഫ് എക്സ് ഈസ് എനി റാൻഡം വേരിയബിൾ, if x is any random variable, a and b any two constants, and phi of x be any measurable function of x. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യും? അതായത് ദാറ്റ് ഈസ് ഇ ഓഫ് എ ഇൻറ്റു ഫി ഓഫ് എക്സ് ഇല്ലേ? അത് നമ്മൾ ചെയ്തില്ലല്ലോ. ഫി ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു ഇതെങ്ങനെ വരും? എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഫി ഓഫ് എക്സ് പ്ലസ് ബി എന്ന് വരും. ഇതെങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യുന്നത്? ഇത് ഞാനിപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലൊന്ന് ചെയ്ത് കാണിക്കാം. let x be a discrete random variable with the PDF f of x. By definition, expectation of a into phi of x plus b equal to, ഞാനിതിപ്പോൾ ഇൻ്റഗ്രേഷൻ ഒഴിവാക്കിയിട്ട് ഞാൻ സിഗ്മയിലൊന്ന് ചെയ്ത് കാണിക്കുക. സിഗ്മ ഓവർ എ ഇൻറ്റു ഫി ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഈ എഫ് ഓഫ് എക്സ് ഇല്ലേ?
ഡി എക്സ് ഒന്ന് ഒഴിവായി കിട്ടും. ഓക്കെ, സിഗ്മ ഓവർ എക്സ് ഇൻറ്റു സ്പ്ലിറ്റപ്പ് എ ഇൻറ്റു ഫി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സിഗ്മ ഓവർ എക്സ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ പുറത്തേക്ക് എടുത്ത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സിഗ്മ ഓവർ എക്സ് ഫി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എ ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ഇതിനെന്ത് വിളിക്കാം? ബി ആണ്. അതായത് സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്, അതായത് എല്ലാ പി ഡി എഫും കൂടി കൂട്ടി എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 വരും. സോ 1 അല്ലേ? അതായത് ഡിസ്ക്രീറ്റ് കേസിലാണ്, അതായത് പ്രോപ്പർട്ടി ഓഫ് പി എം എഫ്. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു ഫി ഓഫ് എക്സ് പ്ലസ് ബി. ഹെൻസ് ദ പ്രൂഫ്. അഞ്ചാമത്തെ പ്രൂഫാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പ്രൂഫാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ടെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ഒരു തിയറമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ 5 തിയറം, അതായത് എലിമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഒതുക്കിയത്. ബാക്കി കുറച്ച് തിയറങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. അതും നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡീഷൻ തിയറമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അഡീഷൻ തിയറം. അഡീഷൻ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 റാൻഡം വേരിയബിൾസ്, then e of x plus y equal to e of x plus e of y. Okay, provided അല്ലെങ്കിൽ ഇത് വേണ്ട, x plus y comma e of x less than infinity and e of y less than infinity. ഇത് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. If x and y are 2 random variables, then e of x plus y equal to e of x plus e of y, comma e of x less than infinity and e of y less than infinity. എന്ന് വെച്ചാൽ ഫൈനൈറ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, ഇത് ഫൈനൈറ്റ് ആണ്, ഇതും ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇത് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസ് കേസിലും ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിത് രണ്ടും ചെയ്താൽ നല്ലതാണ്. എടുത്ത് ചോദിക്കുവാണെങ്കിൽ 2 കേസും പഠിക്കുക. ചിലപ്പോൾ ഡിസ്ക്രീറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതി വയ്ക്കുക, കണ്ടിന്യൂസ് കേസാണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഇനി അവരത് അല്ലാതെ ഇങ്ങനെ അഡിഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രീതി എഴുതി 2 എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, പ്രൂഫ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി 2 discrete random variables with the joint PDF f of xy. ഇല്ലേ, ജോയിൻറ്റ് PDF അല്ലേ വരേണ്ടത്? ഇവിടെ 2 വേരിയബിൾ എടുത്തതുകൊണ്ട് f of xy. Then by definition എന്തായിരിക്കും? ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് അല്ലേ? എക്സിലല്ല, ഇ ഓഫ് എക്സും അല്ല വന്നത്, ഇ ഓഫ് വൈ അല്ല, ഇതൊരു ഫംഗ്ഷനാണ് എക്സ് പ്ലസ് വൈ. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സിഗ്മ ഓവർ എക്സ്, എക്സിൻ്റെ റേഞ്ച്, സിഗ്മ ഓവർ വൈ, വൈയുടെ റേഞ്ച്, ഫംഗ്ഷൻ എഴുതണം അല്ലേ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, അതിൻ്റെ PDF എഴുതുക, ഇതിൻ്റെ PDF എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ഇ ഓഫ് എക്സ് പ്ലസ് വൈ equal to sigma over x, sigma over y, x into f of x y ഇല്ലേ, പ്ലസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ ഓവർ എക്സ്, സിഗ്മ ഓവർ വൈ, y ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, റൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്തായിരിക്കും? നിങ്ങൾ നേരത്തെ പഠിച്ചത്, ഏതെങ്കിലും, അതായത് ഒന്നിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അപ്പം ഞാൻ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്
എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വൈൻ്റെ ഇത് ഞാൻ ചെയ്യുകയാണ്. ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ഇൻറ്റഗ്രേഷൻ ചെയ്ത മാതിരി ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഓക്കെ, ഇൻറ്റഗ്രൽ ഓവർ ഇതിനിങ്ങനെ എഴുതുക വൈ എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ 1 ആണ്, ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ 1 ആണ്, പ്ലസ് ഇവിടെ വൈനെ പുറത്തേക്ക് എടുക്കുക അല്ലേ, ഇൻറ്റഗ്രൽ ഓവർ വൈ സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, ശരിയല്ല. ഇവിടെ എന്ത് വരും? സിഗ്മ ഓവർ എക്സ് ഇൻറ്റു വാട്ട് ഈസ് ദിസ് എഫ് ഓഫ് എക്സ് പ്ലസ് അത് ഞാൻ പറഞ്ഞുതരാം, ഒരു ഇത് പറഞ്ഞുതരാം, എഫ് ഓഫ് വൈ സോറി സിഗ്മ ഓവർ വൈ ഇൻറ്റു വൈ, ഇതിനെ എഫ് ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിങ്ങനെ വരും. ഇതെന്താണ്? ബൈ ഡെഫിനിഷൻ ഓഫ് വി ഓഫ് എക്സ് പ്ലസ് ബൈ ഡെഫിനിഷൻ ഓഫ് വി ഓഫ് വൈ, ഇ ഓഫ് എക്സ് പ്ലസ് വൈ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കേട്ടുകയാണ് ഞാൻ പറഞ്ഞത്. അതായത് എക്സും വൈയും എക്സ് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. വൈയുടെ ഡാറ്റ മാത്രം വരുവാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് വൈ എന്ന് വിളിക്കും. എഫ് ഓഫ് എക്സ് വൈ വരുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ വരുവാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് സോറി എക്സും വൈയും കൂടെ കോർഡിനേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് അതിൻ്റെ പി ഡി എഫ് ആവും. ഇങ്ങനെ എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ജോയിൻ്റ് പി ഡി എഫ് ആണ് അല്ലേ, ഇത് ജോയിൻ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇങ്ങനെ എഫ് ഓഫ് വൈ ആയിട്ടെന്നോ എഫ് ഓഫ് എക്സ് ആയിട്ടെന്നൊക്കെ എടുക്കും. ഞാൻ പറഞ്ഞായിരുന്നു മാർജിനൽ പി ഡി എഫ്. ഞാൻ കഴിഞ്ഞ പ്രോബബിലിറ്റി തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് പ്രോബബിലിറ്റി, മാർജിനൽ പ്രോബബിലിറ്റി. അതുപോലെ ഇതും മാർജിനൽ പി ഡി എഫ് ആയിട്ട് എടുക്കുക. അതായത് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ചില പുസ്തകത്തിൽ F1 എക്സ് എന്നായിരിക്കും കൊടുക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ എന്നതിൽ എഫ് ഓഫ് എക്സ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ F1 എക്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതായത് ജോയിൻ്റ് പി ഡി എഫിനെ എടുത്തിട്ട് സിഗ്മ ഓവർ അതായത് വൈയുടെ റേഞ്ച് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ ഒരു ഇതിൽ കിട്ടും. അതാണ്, അതായത് ഇവിടെ നോക്കുക, ഈ വാല്യൂയുടെ ഓപ്പോസിറ്റ് റേഞ്ച് വേണം ഇവിടെ എടുക്കുക. ഇവിടെ എന്താണോ എടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് റേഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. മനസ്സിലായോ? ഇനി F2y അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഓപ്പോസിറ്റ് റേഞ്ച് വേണം എടുക്കാൻ. എന്തായിരിക്കും? സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ. അതാണ് ഇവിടെ ചെയ്തത്. എഫ് ഓഫ് വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് സിഗ്മ ഓവർ വൈ ഇൻറ്റു ഇതിൻ്റെ ഓപ്പോസിറ്റ് റേഞ്ച് എഫ് ഓഫ് വൈ. അപ്പോൾ ഇതിനെ വിളിക്കാം ഇ ഓഫ് എക്സ്, ഇതിനെ വിളിക്കാം ഇ ഓഫ് വൈ. മനസ്സിലായോ? ഇനി ഇത് ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഇനി കണ്ടിന്യൂസ് കേസിലാകുമ്പോഴോ F1 എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ഇൻറ്റഗ്രൽ ഓവർ വൈ ആണ്. വൈയുടെ റേഞ്ച് കൊടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി F2y എഫ് ഓഫ് വൈ ഇതിനെ എങ്ങനെ വിളിക്കാം? ഇൻറ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഇത് ഡി എക്സ്. ഇവിടെ എന്താണോ റേഞ്ച് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് കേസ് ഞാൻ പറയുവാണ്. കണ്ടിന്യൂസ് കേസ് ഞാൻ പറയുകയാണ്. If x and y are two continuous random variables with a joint PDF, f of xy by definition എങ്ങനെയായിരിക്കും? e of x plus y equal to minus infinity to plus infinity to plus infinity, അതായത് x equal to y equal to. ഓക്കെ, ഇവിടെ x plus y into f of x y dx dy, right? ഇത് എങ്ങനെ എഴുതാം? എങ്ങനെ ചെയ്യാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യും? ഓവർ അപ്പുറത്ത് ചെയ്യാമേ.
e of x plus y equal to integral minus infinity to plus infinity, integral minus infinity to plus infinity, x into f of xy dx dy plus integral minus infinity to plus infinity, minus infinity to plus infinity, y into f of x y dx dy. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യും, എക്സിൻ്റെ റേഞ്ച് ഇപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും കുഴപ്പമില്ല. എക്സ് പിന്നെന്ത് വരും, ഡി എക്സിന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, മൈനസ് ഇൻഫിനിറ്റി അതിനെ ഇങ്ങനെയായിട്ട് ക്രോസ് ഇത് ചെയ്യാം, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ പ്ലസ് അതുപോലെ തന്നെ ഇവിടെ എന്താണ് കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ ഡി വൈ integral minus infinity to plus infinity f of x y dx അല്ലേ അല്ലേ. അപ്പം ഇത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഡി എക്സ്, ഇതെന്ത് വിളിക്കാം, ഇത് എന്ത് ചെയ്യാം, അതായത് ഇത് വൈഡ് റേഞ്ചാണ്, ഇതെന്ത് വരും, അപ്പോൾ എഫ് ഓഫ് എക്സ് വരും അല്ലേ, എഫ് ഓഫ് എക്സ് അല്ലേ. പ്ലസ് ഇനി ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ ഡി വൈ, ഇതെന്ത് വരും, എഫ് ഓഫ് വൈ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇനി ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ, ഇതിനെന്ത് വിളിക്കും, ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ. ഹെൻസ് ദ തിയറം കണ്ടിന്യൂസ് കേസിൽ നമ്മൾ പ്രൂവ്ഡാണ്. ഓക്കെ, ഇത് പഠിച്ചിരിക്കുക, ഈ ഒരു കോൺസെപ്റ്റാണ് പഠിച്ചിരിക്കേണ്ടത്, അതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു തിയറം ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം.